ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവന് ജയിലിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം, വലിയ ശമ്പളം കിട്ടും, എല്ലാം കിട്ടും. ഇവിടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ച ഒരുത്തന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് പുറത്തിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല, അപമാനിച്ച്. നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ പടക്ക നിർമ്മാണ ഷെഡ്, ആ ഒരു പ്രദേശം കത്തി അമർന്ന് എത്ര പേർ മരിച്ചു എന്നപ്പോഴും കിട്ടുമൊന്നുമില്ല. ഒരു ഏകദേശ കണക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. മറ്റൊരു വേദനയാണ് നമുക്ക് വാൽപ്പാറയിൽ നിന്ന് വന്നത്. ഒരു സ്കൂളിൽ നിന്ന് അവരുടെ ഈ അവധിക്കാലം ആഘോഷിക്കാൻ പോയ അധ്യാപകർ, അവർ നമ്മളെ വിട്ടുപോയി. ഒരു വല്ലാത്തൊരു പ്രയാസമാണ്. എത്ര സന്തോഷത്തോടെയാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവനം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വരുന്ന മറ്റു ചില വാർത്തകളുണ്ട്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുരുന്നുകൾ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിഷമിക്കൂ എന്നും ചിന്തിക്കരുത്. ഈ ചൂട് കാലാവസ്ഥയിൽ എവിടെയും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം KECBയും അതിനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഓവർലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓഫാക്കി അങ്ങോട്ട് ഇടും. എല്ലാ വർഷവും ഇതുപോലെ ചൂട് കാലാവസ്ഥ വരുന്നുണ്ട്. ആ കാലാവസ്ഥയിൽ ഓവർലോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. അതുകൊണ്ട് ട്രാൻസ്ഫോമറുകൾക്കും മറ്റുമെല്ലാം അതിനുള്ളൊരു കപ്പാസിറ്റി വേണം. അതിനുള്ള പണം നമ്മൾ കൺസ്യൂമേഴ്സിന്റെ നിന്ന് ഈടാക്കി എടുക്കുന്നുണ്ട് എന്ന് യാതൊരു ചിന്തയുമില്ല, യാതൊന്നും ചെയ്യില്ല. ഈ ചൂടത്ത് വൈദ്യുതി ഓഫാക്കിയിട്ട് അങ്ങനെയും നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്നുണ്ട്, ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുണ്ട് KECB. ഞാൻ അതേക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല, നമ്മുടെ വിഷയം മറ്റൊന്നാണ്. ഏതായാലും ഉറങ്ങിക്കിടന്ന കുരുന്നുകൾ കൂടി നമ്മളെ വിട്ടുപോകുന്ന സാഹചര്യം, പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ അടുത്ത് കിടന്നുറങ്ങുന്ന കുട്ടികൾ, അവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ നാടിന് പോലും ഒരു സങ്കടമാണ്. കളിച്ച് ചിരിച്ച് നടന്നിരുന്ന കുട്ടികൾ അവർ വീട്ടിൽ അവരുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ മുത്തശ്ശിയോടൊപ്പം ഒക്കെ കിടന്നുറങ്ങിയപ്പോൾ ആണ് പാമ്പ് കടിയേൽക്കുന്നത്, മരണപ്പെട്ടു പോകുന്നത്. അതും ഒരു കുടുംബത്തിലെ 2ഉം 3ഉം കുട്ടികൾക്കൊക്കെ കടിയേൽക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഓരോ ജീവനും ജീവിതവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മളിൽ നിന്ന് അവരകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് നമ്മൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സദാപി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. എന്നാൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ഈ സമയത്ത് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ മനുഷ്യൻ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കൃത്യമായ അവയർനെസ് കൊടുക്കുന്നു. അവരുടെ ജീവൻ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള ആ വിവരം പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഏത് നട്ടപ്പാതിരയ്ക്കും അവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വേണ്ടി വന്നാൽ വണ്ടി വിളിച്ച് അവിടെ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ആ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി. ആരാണോ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമൂഹം അദ്ദേഹത്തിന് കൊടുക്കുന്ന എന്താണെന്നറിയും? തെറിവിളികൾ, അതുപോലെ ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ ഒക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനധികം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ ഒരു വിഭാഗം പോലും ആ മനുഷ്യനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ആ മനുഷ്യനാകട്ടെ തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കുഴപ്പമുള്ള എന്താണെന്നറിയാം? ഇത്തരത്തിൽ പാമ്പുകളുമായാണ് ഇടപെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ മറ്റുള്ളവർ കൈപിടിക്കാൻ പോലും സമ്മതിക്കില്ല. നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ ആ പാമ്പിനെ നമുക്ക് ഒഴിവാക്കണം. കാരണം നമ്മുടെ കുട്ടികളെ കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മരണപ്പെട്ടു പോകും. നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുംബാനാഥരാകും. അതുകൊണ്ട് നമ്മൾ വാവാ സുരേഷിനെ വിളിക്കും. വാവാ സുരേഷ് വന്ന് ഈ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി അതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും. അങ്ങനെ ആ കുടുംബത്തെ സുരക്ഷിതമാക്കും. അതിനുശേഷം ആ വാവാ സുരേഷിന് കൈ കൊടുക്കാനോ ആ വാവാ സുരേഷിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ ആ കുടുംബം പോലും തയ്യാറാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ. അത് വസ്തുതയാണ്, ഇത്രയും നിഷേധിച്ചിട്ടും കാര്യമില്ല. അതായത് നന്ദിയില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനിതിങ്ങനെ പറയുന്നത്, വാവാ സുരേഷ് എന്ന നിരവധി പേരുടെ ജീവൻ രക്ഷിച്ച, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാതെ മച്ചിൽ പാമ്പിരിക്കുമ്പോൾ വിളിക്കുന്നത് വാവാ സുരേഷിനെ. വാവാ സുരേഷ് അവിടെ എത്തും. അയാളുടെ ജീവനും ജീവിതവും പണയം വെച്ചുകൊണ്ട് ആ പാമ്പിനെ പിടിച്ച് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഇത്രയധികം ജീവനെ രക്ഷപ്പെടുത്തിയ ആ വാവാ സുരേഷ് സ്വന്തം ജീവിതത്തിൽ തകർന്ന് മേലോട്ട് നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം. എന്തുകൊണ്ടാ?
നമ്മൾ മലയാളികൾ നന്ദിയില്ലാത്തവരായതുകൊണ്ടാണ്. കാരണം നമ്മളെ സഹായിക്കുന്നവർ, നമ്മളെ കൈപിടിച്ച് കയറ്റിയവർ, നമ്മുടെ ജീവൻ രക്ഷിച്ചവർ, അവന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കൂല. അവന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. ഇനി ആരെങ്കിലും അത് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ താഴെയും ഒന്ന് തെറി വിളിക്കും. അതാണ് ഒരു ശീലം. എനിക്ക് പറയാനുള്ളത്, ബാബ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയമില്ല. ബാബ സുരേഷിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. പലപ്പോഴും എന്റെ വീട്ടിൽ ഇതേപോലൊരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ആയിപ്പോയല്ലോ, അതുകൊണ്ടാണല്ലോ ഇയാൾ ഇങ്ങനെ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതം ഇന്ന് സാമ്പത്തികമായി വളരെ ദുരന്തത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ സഹായിക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിന്റെ കയറി കിടക്കാനുള്ള ഒരു ഭൂമിയുണ്ട്, ആ ഭൂമി പോലും ജപ്തിയുടെ പക്കത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ചെറിയ കുറച്ച് തുകകൾ മാത്രമേ ഉള്ളൂ. അഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ, ഇനി അഥവാ ഇനി അദ്ദേഹം അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കടന്നിറങ്ങാൻ നിവൃത്തിയില്ല, പുറത്തിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല. അത്രത്തോളം അപവാദങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഏത് മറ്റു മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവന് ജയിലിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം, വലിയ ശമ്പളം കിട്ടും, എല്ലാം കിട്ടും. ഇവിടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ച ഒരുത്തന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് പുറത്തിറങ്ങി നടക്കാൻ നിവൃത്തിയില്ല, അപമാനിച്ച് അവഹേളിച്ച് അത്രത്തോളം തരം താഴ്ന്ന വർത്താനങ്ങൾ പറഞ്ഞ് വീഡിയോയ്ക്ക് താഴെ പോലും കമന്റുകളൊക്കെ എഴുതി ആക്ഷേപിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നത്. ഈ പ്രയാസങ്ങൾ നമ്മൾ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത, നമുക്ക് വേണ്ടിയിട്ട് വണ്ടി വിളിച്ചും അല്ലാതെയും കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടിയപ്പോൾ വന്നിട്ടുള്ള കടബാധ്യതയാണ്. ആ കടബാധ്യതകൾ തീർക്കാൻ അദ്ദേഹത്തിന്റെ വീടും പറമ്പും പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പണയം വെച്ച സാഹചര്യം പിന്നീട് അത് ജപ്തിയിലേക്ക് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്, ബാബ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞതല്ല. ഞാൻ അദ്ദേഹത്തെ ഇത് സംബന്ധിച്ചിട്ട് വിളിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയും, ഒരു കാരണവശാലും ഇത് പറയണ്ട, എന്റെ സാമ്പത്തിക സഹായത്തെ കുറിച്ച് പറയണ്ട, യാതൊരു വിഷയം പറയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കാന്ന് കരുതിയത്. അതായത് മലയാളികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനും ജീവിതവും രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിയ കണക്കിലുണ്ടായ കടങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും പണയം വെക്കേണ്ടി വന്നു. അത് പലിശയും അല്ലാതെയും കൂടി അദ്ദേഹത്തിന് ഇന്ന് കയറിക്കിടക്കാടം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി വരുന്നു. അപമാനമല്ലേ നമുക്ക്? അല്ലേ? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കടപ്പാടം നഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരിടം വിറ്റ് കള്ള കുടിക്കാൻ പോയിട്ടല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാൻ പോയിട്ടല്ല, എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടി ചെയ്തിട്ടല്ല, ഒന്നുമല്ല. നമുക്ക് വേണ്ടി ഓടി. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി ഓടി എറണാകുളത്ത് വന്ന് പാമ്പ് പിടിച്ചാൽ, രാജവെമ്പാല പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ഒരു 10-500 കയ്യിൽ കൊടുക്കും. എണ്ണ അടിക്കുന്നത് എത്ര രൂപന്റെ എണ്ണ അടിക്കണമെന്ന് അറിയാലോ, കൂടെ വരുന്നവന് അതിന് എത്ര ടാക്സി കൂലി കൊടുക്കണമെന്ന് അറിയാലോ. ഇതൊക്കെ ബാബാ സുരേഷിന്റെ കൊടുക്കും. അതായത് ഒരു ജീവിതവ്രതം പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം ചെലവാക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ പണം എവിടെ നിന്ന് വന്നു, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിച്ചില്ല. വളരെ അപൂർവം ചിലർ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം വെച്ചു കൊടുക്കുന്നത്. ഇത്രയും ചെലവഴിച്ചിട്ടാണ് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വന്നത്, അതുകൊണ്ട് നീ ഇത് വാങ്ങണം എന്ന് നിർബന്ധിച്ച് കൊടുത്തിട്ടുള്ള വളരെ 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 തുച്ഛം ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ബഹുഭൂരിപക്ഷവും അങ്ങനെയാ. എന്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഫാമിലി കൗൺസിലിംഗ് സെന്റർ പൂട്ടിയത് എന്ന്. അതുപോലെ തന്നെയാണ് ബാബാ സുരേഷിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിത് മനസ്സിലായതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ 2023 എന്റെ ഫാമിലി കൗൺസിലിംഗ് സെന്റർ കൂടെ പൂട്ടി. അതായത് എന്റെ മുന്നിൽ വന്നിരുന്ന ഫാമിലി കൗൺസിലിംഗ് കേസുകൾ മറ്റെല്ലായിടത്തും പരാജയപ്പെട്ട കേസുകളാണ്. അതായത് പല വമ്പന്മാരായിട്ടുള്ള കൗൺസിലിംഗ് സെന്ററുകളിൽ പോകുന്നു, അവർ പറയുന്നതൊക്കെ ചെയ്യുന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇനി അവസാനം എന്നാൽ ഇനി കൊട്ടോട്ടിയുടെ അടുത്തൂടെ ഒന്ന് പൊയ്ക്കളയാം എന്ന് കരുതിയിട്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ഒരു സൗകര്യമില്ലാത്ത എന്റെ സ്ഥലത്തേക്ക് വരുന്നു, രാവിലെ വരുന്നു, ഒരൊറ്റ ദിവസമേ ഞാൻ നോക്കൂ. എന്റെ ഒരു പോളിസി ഏതാ? ഫാമിലി കൗൺസിലിംഗിന്റെ ആവശ്യമില്ല, ഒരു അവയർനെസ് മതി, അവരുടെ പ്രശ്നം തീരുമെന്നതാണ് എന്റെ പോളിസി. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കും. പിന്നീട് ജന്മത്തൊരു പ്രശ്നമില്ലാത്ത വിധത്തിൽ അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്ത് നിലവിലുള്ള കേസുകളും എല്ലാം പിൻവലിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു മാന്യമായ ഒരു പ്രതിഫലം ചോദിക്കുമ്പോൾ നെറ്റി ചുളിച്ച് നോക്കും. ഇത്രയൊക്കെ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും കരുതി അവരുടെ ജീവിതം തൊലഞ്ഞു പോയാൽ എനിക്കൊരു ചുക്കം സംഭവിക്കാനില്ല എന്ന് കരുതി ഷട്ടറിന് കിട്ടു. ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാലല്ലാതെ ഞാൻ ഡേറ്റ് കൊടുക്കില്ല. അവരുടെ ജീവിതം തകർന്നാൽ എനിക്കെന്ത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന സേവനത്തിന് നമുക്ക് ചെലവാകുന്ന പണം പോലും നമുക്ക് കിട്ടാതെ നമ്മുടെ കുടുംബം കഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ താഴേക്കോ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്നെപ്പോലുള്ളവർ തീരുമാനമെടുക്കും. എന്നാൽ ഈ വാവാ സുരേഷ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാതെ അദ്ദേഹം കടം വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി നടന്ന് ഇന്ന് കടപ്പാടം
നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ കിടപ്പാടം തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ചെയ്യുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മുടെ മലയാളികൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യേണ്ടത് വാവാ സുരേഷിനാണെന്ന് ഞാൻ പറയും. എന്റെ പ്രിയപ്പെട്ട വാവാ സുരേഷ്, താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. താങ്കൾ കോൺടാക്ട് ചെയ്ത് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ ജനസമൂഹം അറിയണം, ഇത് ആരും അറിയാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി ഈ കേരളത്തില് നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി കടക്കാരനായി, അങ്ങനെ കടക്കാരനായ ഒരു മനുഷ്യൻ. ഇനി അടുത്തൊരു ചോദ്യം വരും, എന്നാ പിന്നെ നിങ്ങൾക്ക് എടുത്തു കൊടുത്തുകൂടെ? എന്റെ അതിനുള്ള പണം കൊണ്ട് ഞാൻ എടുത്തു കൊടുക്കും. ഒരുത്തന്റെയും ഒരു സഹായം അതിന്റെ ആവശ്യമില്ല. കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരോടൊന്നും പറയാറുമില്ല, ഇതിനകത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാറുമില്ല. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യും. അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം അത്രത്തോളം ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യനാണ്. അതിൽ അസൂയ കൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം അപ്പുറത്തുണ്ട്. അതിന്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ മുട്ടി ജീവിച്ചു പോണ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത്രയധികം ജനങ്ങളുടെ ജീവനും അവരുടെ ജീവിതവും ഒക്കെ സംരക്ഷിച്ച ആ വ്യക്തിയുടെ ആ ഒരു ജീവിതം കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കണം. സാമ്പത്തിക സഹായിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കണം. ആ ബാധ്യതയിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ മലയാളികൾ വേണ്ടതെല്ലാം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യന്മാരാണ് നമ്മളെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ മനുഷ്യത്വമുള്ളവരായി നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരായി മാറുന്നത്. Different angles. Don't forget to subscribe and support this channel.